ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടായിരിക്കും ഈ പ്ലെയിൻ ആകാശത്ത് കാണപ്പെട്ടത് എന്നുള്ളത് ഒരു അപകടം പിടിച്ച ചോദ്യം തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യം അറിയണമെങ്കിൽ ഈ പ്ലെയിൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു സാധാരണ വിമാനത്തിന്റെ കഥയല്ല. ഇത് ബോയിങ് E4B നൈറ്റ് വാച്ച് എന്ന ലോകത്തിലെ ഏറ്റവും ഭീകരവും ശക്തവുമായിട്ടുള്ള ബ്രൂംസ്ഡേ പ്ലെയിൻ്റെ കഥയാണ്. ഈ വിമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ആകാശത്തിലെ വൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വാഷിംഗ്ടൺ ഒരു ദിവസം ഇല്ലാതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയിലെ പെന്റഗൺ തന്നെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുടെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും യുദ്ധ നിയന്ത്രണങ്ങളും ഈ ഒരൊറ്റ വിമാനത്തിനകത്ത് നിന്നാണ് പ്രവർത്തിക്കുക. ഇതിന്റെ പേര് നാഷണൽ എയർബോൺ ഓപ്പറേഷൻ സെന്റർ, NAOC. അതായത് ലോകം തകർന്നാലും അമേരിക്കയുടെ തലച്ചോറ് ആകാശത്ത് ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഈ വിമാനത്തിന് ഡൂംസ്ഡേ പ്ലെയിൻ എന്ന് പേര് കിട്ടിയതിന്റെ കാരണം അതിന്റെ ഭീകരമായിട്ടുള്ള യുദ്ധശേഷിയാണ്. ആണവായുധങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ EMP റേഡിയേഷൻസ് ഉണ്ടാവും. ആ തരംഗങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് വൈദ്യുതി ഗ്രിഡ് വരെ എല്ലാം മൂടും. പക്ഷേ ഈ വിമാനം EMP വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുക ആ സമയത്ത് പോലും. അതിന് വിൻഡോ പോലും ഇല്ല. കാരണം ആണവ ഫ്ലാഷും റേഡിയേഷനും അത് ഇറക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഓക്സിജനും വൈദ്യുതിയും ഇതിലുണ്ട്. 3 ലെയർ ബാക്കപ്പ് സിസ്റ്റങ്ങളുണ്ട്. അതായത് ഭൂമിയിലെ എല്ലാം ഇല്ലാണ്ടായി പോയാലും ഈ വിമാനം ആകാശത്തിന് നിൽക്കും. അകത്ത് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വിമാനമല്ല, ഒരു പറക്കുന്ന യുദ്ധ നഗരമാണ്. പ്രസിഡന്റിൻ്റെ സ്യൂട്ട്, ജോയിന്റ് ഷെഫിൻ്റെ, അതുപോലെ തന്നെ ബ്രീഫിംഗ് സെൻ്ററുകൾ, ഇൻ്റലിജൻസ് റൂമുകൾ, മെഡിക്കൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ട് നിറഞ്ഞിട്ടുള്ള 100-ലധികം പേർ ദിവസങ്ങളോളം ഇതിൽ താമസിച്ച് ലോകയുദ്ധം നിയന്ത്രിക്കാൻ പറ്റും. 60-ൽ പരം സാറ്റലൈറ്റ് ആൻറ്റനകൾ ഉപയോഗിച്ച് ഇത് ന്യൂക്ലിയർ സബ്മറൈനുമായിട്ടും മിസൈൽ സെൻ്ററുകളായിട്ടും ബോംബറുകളുമായിട്ടും നാനോ കമാൻഡുകളൊക്കെ ആയിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ലോകത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്രിഡ് തകർന്നാലും ഈ വിമാനത്തിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും. എയർ റീഫ്യൂവലിംഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമാനം 7 ദിവസത്തിലധികം ഇങ്ങനെ വായുവിൽ എയറിൽ നിൽക്കാൻ പറ്റും. അതായത് ലോകത്ത് ഇതുപോലെ 4 വിമാനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഓരോന്നിൻ്റെ വില കേട്ടിട്ടുണ്ടെങ്കിൽ 500 മില്യനൊക്കെ മുകളിലാണ്. അതായത് 9/11 പോലുള്ള ദേശീയ അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് നേരിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിമാനം ഉണ്ടാക്കുന്നതിന് പിന്നിലെ ഒരു കഠിനമായിട്ടുള്ള സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഭൂമി സുരക്ഷിതമല്ലാതാകും. അന്ന് അമേരിക്കയുടെ തലസ്ഥാന നഗരം നിലത്തല്ല, ആകാശത്ത് നിൽക്കും.